ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു കറൻറ്റ് എനർജി എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ അടുത്തതായിട്ട് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിൽ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഒരേ സമയം നിങ്ങൾക്കൊരു ഫുൾഫിൽമെൻറ്റ് തന്നിട്ടുള്ള ഒരു ബന്ധമാണിത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നാൽ അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്ക് തന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പുമാണ്. രണ്ട് അനുഭവങ്ങളും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല, നിങ്ങളിപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു ജസ്റ്റിസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദാറ്റ് മീൻസ് നിങ്ങൾ അർഹിക്കുന്ന ഒരു ജസ്റ്റിസ് ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തന്നിട്ടില്ല എന്നുള്ളത് നിങ്ങളുടെ മനസ്സിനകത്ത് കിടക്കുന്നുണ്ട്. സോ ആ ഒരു ജസ്റ്റിസ് എനിക്ക് വേണം, അല്ലെങ്കിൽ യൂണിവേഴ്സ് എനിക്ക് തരും എന്നുള്ള ആ ഒരു എനർജിയിൽ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം നിങ്ങൾ പാസ്റ്റ് എനർജിയിൽ ഈ ഒരു പേഴ്സൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അകത്ത് ഒരു ഗിവർ ആയിരുന്നെങ്കിൽ ഇപ്പം നിങ്ങൾ ആ ഒരു എനർജി കൊടുക്കുന്ന പരിപാടി നിർത്തിയിട്ടുണ്ട്. അതായത് ആ ഒരു ഗിവറിൽ നിന്ന് നിങ്ങൾക്ക് മാറാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അത്രത്തോളം പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം പെട്ടെന്ന് ഒരാൾക്ക് അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് വരിക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എപ്പോഴും നമുക്കറിയാം, ഒരാൾ ഗിവർ ആണെന്നുണ്ടെങ്കിൽ അയാൾ കൊടുത്തുകൊണ്ടേയിരിക്കും, ആ ഒരു റിസീവർ എന്നും വാങ്ങിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ അതിൽ നിന്ന് ഒന്ന് മാറി ചിന്തിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു പ്രസൻറ്റ് സിറ്റുവേഷനിൽ എന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്റ്റിലായിരിക്കാം, അല്ലെങ്കിൽ കോണ്ടാക്റ്റിലുള്ള വ്യക്തികളായിരിക്കാം, പക്ഷേ ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കണം. നല്ല രീതിയിലുള്ള ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനോ ഇൻറ്റിമസിയോ ഒന്നും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോൾ ഉണ്ടാവണം എന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആ ഒരു ക്യാരക്ടറിനായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണോടുള്ള ആറ്റിറ്റ്യൂഡിലായിക്കോട്ടെ നല്ല രീതിയിലുള്ള ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മൾക്കിവിടെ കാണാം, ആ ഒരു ഹാർട്ട് ബ്രേക്ക് നിങ്ങൾ അനുഭവിച്ചു, അത്രത്തോളം ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യം എല്ലാം കടന്നു പോയത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി അതിനൊന്നും കഴിയില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും നിങ്ങളിപ്പോൾ ആ ഒരു ഗിവർ എന്നുള്ള എനർജിയിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ മാറി സഞ്ചരിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ കൂടുതലും നിങ്ങളുടെ കാര്യങ്ങൾക്കായിരിക്കാം ഫോക്കസ് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ പഴയതുപോലെ കൂടുതലായിട്ട് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നുണ്ടാവണമെന്നില്ല. അപ്പോൾ ഇതിനകത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് നിങ്ങളെ നല്ല രീതിയിൽ വേദനിപ്പിച്ചതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഒരു പെയിൻ തന്നിട്ടുള്ളതും അത് തന്നെയായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു കൺസേൺസോ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കോ ഒന്നും ഈ ഒരു വ്യക്തി ആൻസർ പറയാതെ പോയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. നോ കോണ്ടാക്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തികച്ചും സൈലൻ്റ് ആയിട്ടോ ഒന്നും മിണ്ടാതെ പോയിട്ടുള്ളൊരു വ്യക്തി. അല്ല, കോണ്ടാക്റ്റിലൊക്കെ ഇരിക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ തന്നെ പല കാര്യങ്ങൾക്കും ഒട്ടും ആൻസറബിൾ അല്ലാത്ത രീതിയിൽ പെരുമാറുക, അല്ലെങ്കിൽ പല കാര്യങ്ങളും ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരമില്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി പല കാര്യങ്ങൾ ചോദിക്കുന്നതായിരിക്കും, അപ്പോഴൊക്കെ ഒഴിഞ്ഞു മാറുന്ന ഒരു രീതി. അത് ഇതിനകത്ത് നമുക്ക് നല്ല ഒരു രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ ഒരു റീഡിങ് കുറച്ചധികം റെസനേറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളിപ്പോൾ ആ ഒരു യൂണിവേഴ്സ് എന്നുള്ള ആ ഒരു പവറിനെ വിശ്വസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ എനർജിയെ നല്ല രീതിയിൽ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു കൺഫ്യൂഷൻസോ, അല്ലെങ്കിൽ ഓവറായിട്ട് ഇതിനെക്കുറിച്ച് ഓർത്തുള്ള ആദ്യമോ ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല. കാരണം നിങ്ങൾ സ്പിരിച്വലി ഒന്ന് കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈം പീരീഡാണ്. നിങ്ങൾക്കിപ്പോൾ ആശ്രയിക്കാനായിട്ട് ആ ഒരു ശക്തിയുണ്ട്. നിങ്ങൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സമയമാകുമ്പോൾ, ആ ഒരു ഡിവൈൻ ടൈം ആകുമ്പോൾ അത് നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് തന്നെ കൊണ്ടുവന്ന് തരും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ തന്നെയാണ്. അപ്പോൾ ആ ഒരു റണ്ണർ ചേസർ എനർജിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ചേസർ എന്നുള്ള എനർജിയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് നിങ്ങളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ തികച്ചും നല്ലൊരു കാര്യമാണെന്ന് തന്നെ പറയാം. കാരണം നിങ്ങളുടെ അറിഞ്ഞോ അറിയാതെയോ ഉള്ള ആ ഒരു മാറ്റം, ആ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെ എനർജീസിനായിക്കോട്ടെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ആ ഒരു യൂണിവേഴ്സിനെയൊക്കെ ട്രസ്റ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു ആദി, ടെൻഷൻ, ആങ്സൈറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കുറയാം. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള ഒരു മാറ്റം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് തന്നെ കറൻ്റ്ലി പാർട്ട്ണറുടെ പുറകെ നടക്കുന്ന പേഴ്സൺസ് അല്ലാന്നുണ്ടെങ്കിൽ
ഫുൾ ടൈം അതിനകത്തേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് എനർജി മുഴുവൻ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്ന വ്യക്തികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള പേഴ്സൺസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴും നമ്മൾ ഒരാളെ തന്നെ ചേസ് ചെയ്ത് പോവുക. നമ്മൾ അറിഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ അറിയാതെയാണെന്നുണ്ടെങ്കിലും മാനസികമായിട്ട് ചിലപ്പോൾ നമുക്ക് അതിൽ നിന്ന് പുറത്ത് വരാൻ കഴിയാത്തതുകൊണ്ടായിരിക്കും എപ്പോഴും അവരെന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റി എന്താണ്, അവരെന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ, ഇങ്ങനെ കംപ്ലീറ്റ്ലി 24/7 ആ ഒരു കാര്യങ്ങൾക്ക് തന്നെ ഒരു പ്രയോറിറ്റൈസ് ചെയ്ത് പോകുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമിതമായിട്ട് കിട്ടുന്ന കാര്യങ്ങൾക്ക് നമ്മളൊരു വാല്യൂ കൊടുക്കില്ല എന്നുള്ളതാണ്. അതായത് അതിൻ്റെ ഒരു മൂല്യം തിരിച്ചറിയാനാകപ്പെടാതെ പോകുന്നു. അപ്പോൾ പലരും ഇത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നിങ്ങൾ അമിതമായിട്ട് നിങ്ങളുടെ പേഴ്സണെ ഫോളോ ചെയ്യുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഓവറായിട്ട് എനർജി അതിനകത്ത് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു പേഴ്സണ് ഫീൽ ചെയ്യുന്ന രണ്ട് തരത്തിലാണ്. ഒന്നെന്ന് പറയുന്നത്, ഒരു വ്യക്തിയുടെ പുറകെ എപ്പോഴും ഒരാളുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ അവരുടെ കാര്യങ്ങൾ നോക്കി ഊണുറക്കം ഉപേക്ഷിച്ചിരിക്കുക എന്ന് പറയുന്നത് പോലെ എപ്പോഴും അവരെ തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങളുടെ വ്യക്തി അവിടെ വളരെയധികം കോൺഫിഡൻ്റ് ആണ്. ഈ ഒരു പേഴ്സൺ എപ്പോഴും എന്നെ തന്നെ ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവരെവിടെയും പോകാൻ പോകുന്നില്ല, അത് അവിടെ തന്നെ ഉണ്ടാവും. അപ്പം നമ്മളുടെ കയ്യിലിരിക്കുന്നൊരു സംഭവമാണെന്നുണ്ടെങ്കിൽ നമ്മളതിന് പ്രത്യേകിച്ച് വാല്യൂ കാര്യങ്ങളോ ഒന്നും കൊടുക്കില്ല. കാരണം അത് എവിടെയും പോകാൻ പോകുന്നില്ല, അത് നമ്മുടെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ടല്ലോ. നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും വലിച്ചെറിഞ്ഞു കഴിഞ്ഞാലും അത് പോകില്ല എന്നുള്ള ഉറപ്പ്. അപ്പോൾ ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് അതൊരു ബോണസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും അത് നിങ്ങളുടെ ഒരു ഡ്രോബാക്ക് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എപ്പോഴുമുള്ള അവരോടുള്ള ആ ഒരു ഫോളോയിങ് എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ ഒരു സ്വാതന്ത്ര്യം ഇല്ലാതെ ആക്കുന്ന ഒരു ഫീലിംഗ് ആണ്. അല്ലെങ്കിൽ എപ്പോഴും എന്തിനാ എന്നെ തന്നെ നോക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾക്ക് തന്നെ ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഇവർക്ക് വേറെ ഒരു പണിയില്ലേ എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് വരുമ്പോഴത്തേക്കും നിങ്ങളുടെ ഒരു എനർജി ലോസ് അല്ലെങ്കിൽ നിങ്ങളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യവും ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഓവർ കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പം നമ്മളുടെ ഒരു റിലേഷൻഷിപ്പിനകത്ത് വേണ്ടത് തീർച്ചയായിട്ടും ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്. ഒരാൾ മാത്രം ഒരുപാട് കൊടുക്കുന്നു, ഒരാളൊന്നും കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു സന്തുലിതാവസ്ഥ തകരുകയാണ്. അപ്പോൾ ഇപ്പം ഞാൻ ഈ പറഞ്ഞത് ആക്ച്വലി ഈ ഒരു റീഡിങ്ങിലുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടല്ല. കാരണം ഇവിടെ നിങ്ങളുടെ ഈ ഒരു സ്പ്രെഡിനകത്ത് വന്നിരിക്കുന്ന വ്യക്തികളെന്ന് പറയുന്നത് ആ ഒരു ഗിവറിൻ്റെ പരിപാടി നിർത്തിയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ ഇപ്പോഴും ഓവറായിട്ട് പേഴ്സണെ തന്നെ ഫോക്കസ് ചെയ്ത് ഊണുറക്കം ഉപേക്ഷിച്ച് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ ഇനി നമ്മൾ സ്പ്രെഡിലേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു വ്യക്തി ഒരു എടുത്തുചാട്ടമുള്ളൊരു പേഴ്സൺ ആണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പല കാര്യങ്ങൾക്ക് മുന്നറിയിപ്പോ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാലും അതൊന്നും മുഖവിലയ്ക്ക് എടുക്കണമെന്നില്ല. ഫൈനലി അവർ ഇപ്പോൾ നിങ്ങളോട് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് കാര്യങ്ങൾ ആരോട് വേണമെങ്കിലും സജഷനൊക്കെ ചോദിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. പക്ഷേ ഒരു ഡിസിഷൻ എടുത്ത് വരുമ്പോൾ അവർക്ക് എന്താണോ ശരി എന്ന് തോന്നുന്ന മാത്രമേ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു തീരുമാനം തെറ്റാണെന്നുണ്ടെങ്കിൽ പോലും മറ്റാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ അംഗീകരിക്കണം എന്നില്ല. നമ്മൾ തന്നിഷ്ടക്കാരനാണ് അല്ലെങ്കിൽ തന്നിഷ്ടക്കാരിയാണെന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു എനർജി ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. അതുപോലെ തന്നെ കുറച്ചൊരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഇവർ എന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല ഇവരുടെ കാര്യങ്ങളിൽ ഒരു പരിധിക്കപ്പുറം ഇടപെടുന്നതൊന്നും ഈ ഒരു പേഴ്സൺ ഇഷ്ടമാവണമെന്നില്ല. അതിപ്പോൾ നിങ്ങളല്ല ആരാണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു സ്വാതന്ത്ര്യത്തിൽ കൈകടത്താനായിട്ടൊന്നും ഈ ഒരു പേഴ്സൺ സമ്മതിച്ചു തരില്ല. അല്ലെങ്കിൽ അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതൊന്നും ഒട്ടും അനുവദിച്ച് തരാത്ത ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെയോ സീക്രസീസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു രഹസ്യ സ്വഭാവം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മാത്രമല്ല ചിലപ്പോൾ നിങ്ങളോട് കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവാം. ആ ഒരു തരത്തിലുള്ള ഒരു എനർജി ഇതിനകത്ത് നല്ലതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം കണ്ടുപിടിച്ച് ചോദ്യം ചെയ്യുന്ന ഒരു സമയത്തായിരിക്കാം ഇവർ വളരെയധികം സൈലൻ്റ് ആയിട്ട് മാറിപ്പോയിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഒഴിഞ്ഞു മാറി പെരുമാറിയിട്ടുള്ളതൊക്കെ ആ ഒരു ടൈമിലായിരിക്കും. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ കുറച്ച് ഒരു ഹൈഡിങ് എനർജി നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടൊരു ഡിസ്റ്റൻസ് ഇട്ട് മാറി നിൽക്കുക. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ ലെസ് കോണ്ടാക്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ പഴയ ആ ഒരു ഇൻറ്റിമസി മനഃപൂർവ്വം തന്നെ ഈ ഒരു പേഴ്സൺ കട്ട് ഓഫ് ചെയ്തതായിരിക്കും. കാരണം ചില സ്പ്രെഡിനകത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് പേഴ്സൺ അകന്ന് പോകുക അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലൊക്കെ പോകുന്നത് ഒരു തേർഡ് പാർട്ടി എനർജിയെ പേടിച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള സാഹചര്യങ്ങൾ അവരുടെ ലൈഫിൽ വന്നു ചേർന്നതൊക്കെ കൊണ്ടാണ്. അതായത് അവരുടെ സ്വന്തമായിട്ടുള്ള താല്പര്യങ്ങൾ കൊണ്ടല്ല, സാഹചര്യവശാൽ അങ്ങനെയെല്ലാം മാറി നിൽക്കേണ്ടി വരുന്ന പേഴ്സൺസിൻ്റെ എനർജി നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൺ മനഃപൂർവ്വമായിട്ട് അവരുടെ ഒരു തീരുമാനമാണ് നിങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ആ നിങ്ങളുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ്റെ ഇൻറ്റിമസി കുറച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിനകത്താണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും തേർഡ് പാർട്ടി എനർജിയുടെ സാന്നിധ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി എനർജീസ് ഇല്ല എന്നുള്ളതല്ല, തീർച്ചയായിട്ടും തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിനകത്തുണ്ട്. മാത്രമല്ല നിങ്ങളുടെ വ്യക്തി രണ്ട് വെള്ളത്തിൽ കാല് വയ്ക്കുക എന്ന് പറയുന്നത് പോലെയുള്ള ഒരു സിറ്റുവേഷനിലൂടെ സഞ്ചരിച്ച് പോയിട്ടുണ്ട്.
നിങ്ങളുടെയും അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി എനർജിയുടെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് തന്നെ ഈ ഒരു പേഴ്സൺ നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇവരെ മാറി നിന്നിട്ടുള്ളത് ഒരിക്കലും ആ ഒരു തേർഡ് പാർട്ടി എനർജി മനഃപൂർവ്വമായിട്ട് ഇവരെ പിടിച്ചു വെച്ചിട്ടുള്ളത് കൊണ്ടോ അങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നിട്ടില്ല. ഈ ഒരു പേഴ്സൻ്റേതായിട്ടുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ആ ഒരു ഓൺ ഡിസിഷൻ കൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത്ര ഒരു പരിഗണനയോ കാര്യങ്ങളോ ഒന്നും തരാതെ മറ്റെന്തിൻ്റെ പുറകെയാണോ ഓടിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ മറ്റെന്തിനു വേണ്ടിയിട്ടാണോ എനർജി ചിലവാക്കിയിട്ടുള്ളത്, അതിനകത്തുനിന്ന് ഈ ഒരു പേഴ്സണും അവരാഗ്രഹിച്ച ആ ഒരു റിസൾട്ട് കിട്ടിയില്ല എന്നുള്ളതാണ്. അവർ സ്വപ്നം കണ്ടിരുന്ന ആ ഒരു സംഭവം അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിനകത്ത് എന്തായിരുന്നു ഒരു കാൽക്കുലേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിനകത്ത് നടന്ന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, അതിനോടൊപ്പം തന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ ഏതൊക്കെയോ തരത്തിൽ ഈ ഒരു പേഴ്സൺ ഒരു വിശ്വാസവഞ്ചന അനുഭവിച്ചതായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിനകത്ത് ചിലപ്പോൾ ഒരുപാട് വിശ്വസിച്ചിട്ടുള്ള വ്യക്തികളിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു മോശം അനുഭവമായിരിക്കാം. അങ്ങനെയുള്ള ഒരു എനർജിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചില വ്യക്തികളെ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതായിരിക്കും, അവരുടെ ഒരു റിയൽ ഫേസ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൂടെ ഈ ഒരു പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഡിപ്രഷൻ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് ഉണ്ടെന്നുള്ളതാണ്. ഒരു ഡിസപ്പോയിൻമെൻറ്റ് നല്ല രീതിയിൽ ഉള്ള ഒരു പേഴ്സൻ്റെ എനർജി തന്നെയാണ് ഇപ്പോൾ നമുക്ക് നിലവിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഉത്തരത്തിലിരിക്കുന്നത് കിട്ടിയുമില്ല, കയ്യിലുള്ളത് പോവുകയും ചെയ്തു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് അതാണ്, നിങ്ങളുടെ ആ ഒരു പിന്മാറ്റം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓവറായിട്ട് ഇതിനകത്ത് ഫോക്കസ് ചെയ്ത് ആ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾ മാറിയത് ഈ ഒരു റിലേഷൻഷിപ്പിന് ഗുണം ചെയ്തു, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണെ ആണെന്നുണ്ടെങ്കിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ ഒരു റീസൺ അതാണ്. കാരണം ഇപ്പോൾ അവർ നോക്കുമ്പോഴത്തേക്കും അവർ ഒരുപാട് ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ ഇവരെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നടന്നിട്ടില്ല, നിങ്ങളെയും അവരുടെ പുറകെ കാണുന്നില്ല. നിങ്ങൾ അവരുടെ പുറകെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ധൈര്യമായിട്ട് ഈ ഒരു പേഴ്സൺ അവരവരുടെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവരുടെ മുൻപിലുള്ള കാര്യങ്ങളും അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അതിനകത്തും വിചാരിച്ചൊരു റിസൾട്ടോ കാര്യങ്ങളോ ഇല്ല. തിരിഞ്ഞു നോക്കുമ്പോൾ എപ്പോഴും കൂടെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടുള്ള നിങ്ങളും ആ ഒരു പരിഗണന കൊടുക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ ചിലപ്പോൾ സ്പൈ ചെയ്യുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊക്കെ നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഇപ്പോൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ ലൈഫ് എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നെല്ലാം ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ വളരെ ഈഗർലി അന്വേഷിക്കുന്നുണ്ടാവാം. കാരണം തീർച്ചയായിട്ടും ഇപ്പോഴാണ് അവരുടെ ഒരു ഫോക്കസ് നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത്. നിങ്ങളെപ്പോഴാണോ നിങ്ങളുടെ ആ ഒരു ഗിവിങ് എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിൽ നിന്ന് മാറി സ്വന്തമായിട്ടൊന്ന് കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ തുടങ്ങിയത്, അപ്പോൾ മുതൽ ഈ ഒരു പേഴ്സണും അത് റിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്പ്രെഡിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ കറൻറ്റ് നിങ്ങളിലേക്ക് വരാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന ഒരു പേഴ്സണെയാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ തമ്മിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് കണക്ഷൻ ആയിരിക്കാം. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ എബ്രോഡുള്ള വ്യക്തികളോ ഒരാൾ നാട്ടിലുള്ള പേഴ്സൺ, അങ്ങനെ ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും എത്രയും വേഗം നിങ്ങളിലേക്ക് വരണം, അല്ലെങ്കിൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യണം, നിങ്ങളോട് സംസാരിക്കണം, ഇങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സണെ തന്നെയാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു എനർജിയിലുള്ള പലർക്കും ഇതിനോടകം തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കോൺടാക്റ്റ് കിട്ടിയിട്ടുണ്ടാവാം. ഇപ്പോൾ നോ കോൺടാക്റ്റിലാണെന്നുള്ളവർക്കും അല്ല ലെസ് കോൺടാക്റ്റിൽ പോയിക്കൊണ്ടിരുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ വലിയൊരു മൈൻഡൊന്നും തരാതെ പോയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പതിവില്ലാതെ നിങ്ങളോട് ഒരുപാട് സ്നേഹത്തോടെ സംസാരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു അറ്റാച്ച്മെൻറ്റ് കാണിച്ച് നിങ്ങളിലേക്ക് വരിക, കുറച്ചും കൂടി നിങ്ങളുടെ ബന്ധം ദൃഢമാക്കാൻ ശ്രമിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഇതിനോടകം തന്നെ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൻ്റെ കോൺടാക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് നാളുകളത്തെ അകൽച്ചയ്ക്ക് ശേഷം ഇവരായിട്ട് തന്നെ ആ ഒരു ഇൻറ്റിമസി കാണിച്ച് നിങ്ങളോട് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചിലരാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യമുണ്ട്, അവരുടെ ലൈഫിൽ എന്താണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു യഥാർത്ഥ ഡിസിഷൻ എന്താണോ അത് തുറന്ന് പറയില്ല. അത് ഡയറക്റ്റ്ലി അവരുടെ പാർട്ട്ണറിനോട് പറയാതെ അവരിട്ടൊന്ന് വട്ടം കളിപ്പിക്കുന്ന ചില വ്യക്തികളുണ്ട്. യഥാർത്ഥ കാര്യം തുറന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പേഴ്സൺ അത് അത്രയും ആശ്വാസമായിട്ടുള്ളൊരു കാര്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് പല കാര്യങ്ങളും ക്ലിയർലി മനസ്സിലാവും എന്താണ് സംഭവം എന്നുള്ളത്, പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ. അതേസമയം പല കാര്യങ്ങളും ഹൈഡ് ചെയ്ത് വെച്ച് സംസാരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള ഒരു ഉറപ്പ് കൊടുക്കാതിരിക്കുന്ന ഒരു അവസരമൊക്കെ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ആ ഒരു പാർട്ട്ണർ ഒരുപാട് കൺഫ്യൂസ് ആവുന്ന ഒരവസ്ഥ തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് ഒരു ഉറപ്പ് തരാതെ, അല്ലാന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും പെൻഡിങ് ലിസ്റ്റിൽ വെച്ചിട്ട്, ഇപ്പോൾ നിങ്ങളുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും അത് പിന്നെ ആവട്ടെ, അല്ലെങ്കിൽ എനിക്ക് സമയം വേണം, ഞാൻ ആലോചിക്കട്ടെ, കുറച്ച് കഴിയട്ടെ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളെ ഒന്ന് ഉഴപ്പിക്കൊണ്ട് നടന്നിരുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ഡിസിഷൻ എടുത്ത് നിങ്ങളിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ ഒന്ന് പ്ലാൻ ചെയ്ത് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ചില സ്പ്രെഡിനകത്തൊക്കെ ഒരു പേഴ്സൺ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് നടപ്പിലാക്കാൻ പറ്റണമെന്നില്ല, അല്ലെങ്കിൽ ആ ഒരു പ്ലാനിങ്ങിൽ എത്തി നിൽക്കുന്നത് വരെ ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ആക്ഷൻ എടുക്കുന്നുണ്ട്.
അവർ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നടപ്പിലാക്കാനായിട്ട് വിചാരിക്കുന്ന ഒരു പേഴ്സൺ എനർജി തന്നെയാണ്. അപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ അവർക്ക് എന്താണോ തോന്നുന്നത് അത് അതേപടി ചെയ്യുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ അവർക്ക് ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളെ കോൺടാക്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരണം. ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുത്തരുത് എന്നുള്ള ഒരു എനർജിയിൽ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഒരു പേഴ്സണാണ്. ആ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് കാർഡ് തന്നെയാണ് നമുക്ക് ലാസ്റ്റായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു എനർജീസിലുള്ള കുറച്ച് പേർക്കെങ്കിലും ഇതിനോടകം തന്നെ കോൺടാക്റ്റ് കിട്ടിയിട്ടുണ്ടാവണം. അല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിനി ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് മെസ്സേജസ് എന്തൊക്കെയാണ് ഈ ഒരു സ്പ്രെഡിലുള്ളവർക്ക് വേണ്ടിയിട്ട് എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് നോ നീഡ് ടു വറി എന്നുള്ളതാണ്. ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ആ ഒരു വറീഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മനസ്സിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ യാതൊരു ആവശ്യവുമില്ല. യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസേഴ്സ്. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഈ ഒരു സ്പ്രെഡിനകത്ത് വന്നിരിക്കുന്നവർ നല്ല രീതിയിൽ ആ ഒരു സ്പിരിച്വലി കണക്റ്റ് ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മെഡിറ്റേഷൻസ്, പ്രാർത്ഥനകളെല്ലാം മുടക്കാതിരിക്കുക. അതാണ് നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനുമുള്ള ഉത്തരങ്ങൾ തരുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം എന്താണോ അത് നിറവേറ്റി തരുന്നത് തീർച്ചയായിട്ടും ആ ഒരു മെഡിറ്റേഷനാണ് എന്നുള്ള കാര്യമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പെർഫെക്റ്റ് ടൈമിംഗ് ആണ്. നിങ്ങൾ കാത്തിരുന്ന ആ ഒരു കാര്യത്തിനുള്ള പെർഫെക്റ്റ് ടൈമിംഗ് എത്തിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ഇതാണ് ആ ഒരു സമയം എന്നുള്ളത് സൂചിപ്പിക്കുന്നു. ഇനി നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് റിമെയിൻ പോസിറ്റീവ് എനർജിയാണ്. തീർച്ചയായിട്ടും വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് പോവുക, പോസിറ്റീവായിട്ടിരിക്കുക. ആൻഡ് ഫൈനലി ഇഫ് യു ബിലീവ് എന്നുള്ളൊരു എനർജിയാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ റിമെയിൻ പോസിറ്റീവായിട്ട് ഇതിനെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കണക്ഷൻ ഉണ്ട് എന്നുള്ളത് തന്നെ പറയാം. കാരണം നിങ്ങളുടെ ഒരു വിശ്വാസം എന്താണോ അതാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. നമ്മൾ വളരെ പോസിറ്റീവായിട്ടാണ് നമ്മളുടെ ലൈഫിനെ, അല്ലെങ്കിൽ നമ്മൾ എന്തിനെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ അതായിരിക്കും നമ്മളിലേക്ക് വരിക. നമ്മൾ ഒരു നെഗറ്റിവിറ്റിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവാണ് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ ഒരു നെഗറ്റീവായിരിക്കും നമ്മളെ തേടി വരിക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരണം, അല്ലെങ്കിൽ അവരായിട്ട് തന്നെ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി വരണം എന്ന് വിചാരിച്ചിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. ആ ഒരു സ്ട്രോങ് റീകൺസിലേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്ട്രോങ് ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.